അസ്സലാമു അലൈക്കും. ഇരുട്ടിൽ മുങ്ങി നിൽക്കുന്ന വീട് കണ്ടത് അവനുള്ളിൽ പേടി തോന്നി. എവിടാ പെണ്ണ്? ലൈറ്റില്ലേ, കറണ്ടില്ലേ? പെണ്ണ് പേടിച്ചു കാണുമെന്ന് അവന് ഉറപ്പായിരുന്നു. വിചാരിച്ചതുപോലെ തന്നെ പുതച്ചു മുടിക്കിടക്കുകയാണ് ഇശൽ. ഡോ, എന്താടോ പേടിച്ചു താൻ? എന്താ ലൈറ്റൊന്നും ഇടാത്തെ? ചിരിയോടെയാണ് ചോദിച്ചതെങ്കിലും അവൾ വിറക്കുന്നത് പോലെ തോന്നി അവനെ. ഐഷു, എടോ. തട്ടി വിളിക്കാൻ പോയ കൈ തീയിൽ തട്ടിയെന്ന പോലെ നിന്നു. പൊള്ളുന്നു, നല്ല പനി. എന്ത് ചെയ്യണമെന്നറിയാതെ ആ നിമിഷം മനസ്സിലായില്ല. പെട്ടെന്ന് തന്നെ അക്കുവിനെ വിളിച്ചു വണ്ടിയുമായി വരാൻ ഏൽപ്പിച്ചു. വേഗത്തിൽ തന്നെ മുഷിഞ്ഞതൊന്ന് മാറ്റി കുറച്ച് ചുക്ക് കാപ്പിയും വെച്ചു. താങ്ങി പിടിച്ചവളെ നെഞ്ചിലേക്ക് ചേർത്തിരിക്കുമ്പോൾ അവനെ ഒരു സങ്കോചം തോന്നുന്നില്ലായിരുന്നു. അവൾ വിറച്ചു തുള്ളുന്നത് കണ്ടവന് സങ്കടം തോന്നി. കൂടുതൽ അടുത്തേക്ക് ചേർത്തിരുത്തി ചുക്ക് കാപ്പി കുറച്ച് കൊടുത്തു. എനിക്ക് വേണ്ട. കുടിക്കടോ, ഇതിപ്പോൾ മാറൂലേ? ഇത് കുടിക്ക്. അക്കു ഇപ്പോൾ വരും, എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. നിക്ക് ഛർദ്ദിക്കാൻ വരും. ഛർദ്ദിച്ചോട്ടെ, അതിനെന്താ? താനിപ്പോൾ ഇത് കുടിക്ക്. നിർബന്ധിച്ച് ഓരോ ഇറക്ക് അവിടെ കൊണ്ട് കുടിപ്പിച്ചവൻ. എന്നിട്ട് അവളുടെ ഡ്രസ്സുകൾക്കിടയിൽ നിന്നൊരു പർദ്ദയും എടുത്ത് കയ്യിൽ കൊടുത്തു. ഉടൻ തന്നെ ഫ്രഷായി അവൻ വരുമ്പോഴേക്കും എത്തിയിരുന്നു അക്കുവും. സെബി സുഖമില്ലാത്ത അവരുടെ ഒരു ബന്ധുവിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവരില്ല. തളർന്നു പോയി അവളെ പൊക്കിയെടുത്തവൻ ആണ് അവൻ വണ്ടിയിലേക്ക് കയറ്റിയത്. ഹോസ്പിറ്റലിൽ എത്തുവോളം അവൻ്റെ തോളിൽ ചാരിയാണ് അവൾ കിടന്നതും. ഹാജി സുബൈദയുടെ അടുത്ത് നിന്നും മാറാൻ കൂട്ടാക്കാതെ നിന്നു. ഇനി മനസ്സിൽ വിഷമമുണ്ടാവുന്നതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അറ്റാക്കാണ് ഇപ്പോൾ കഴിഞ്ഞത്. നല്ല പോലെ ശ്രദ്ധിക്കണം. ഒരു ബൈപ്പാസ് സർജറി ഒന്നും ചെയ്യാൻ പറ്റാത്ത ആരോഗ്യസ്ഥിതിയിലാണ് ഇപ്പോൾ ആളുള്ളത്. ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണത്. എന്തായാലും 3-4 ദിവസത്തെ ഹോസ്പിറ്റൽ വാസവും മരുന്നുകളും എല്ലാം ഒരിത്തിരി ഒന്ന് ഉഷാറാക്കിയിട്ടുണ്ട്. അവരെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണാൻ മാളിയേക്കിൽ നിന്നും ഓരോരുത്തരായി വരുന്നുണ്ട്. ആഹാ, ഉഷാറായല്ലോ മാളിയേക്കിൽ ബീവി. ഉമ്മുമ്മയുടെ മുഖത്ത് തട്ടി മുജീബ് പുന്നാരിച്ചു. സുബൈദ പതിഞ്ഞൊന്ന് തിരിച്ചു അവൻ്റെ കയ്യിൽ പിടിച്ചു. പോടാ, കളിയാക്കാതെ, അവർ ആവശ്യതയിലും പറഞ്ഞു. ഐഷയുടെ കാര്യത്തിൽ ഉള്ളതിനേക്കാൾ വിഷമമാണ് മുജിയുടെ കാര്യത്തിൽ. കുറച്ചു നാൾ കൊണ്ട് മുജിക്ക് ഐഷുവിനെ എത്രത്തോളം ഇഷ്ടമായിരുന്നു എന്നുള്ളത് അവർക്കെല്ലാം അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവൻ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അതും അവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു വേദനയാണ്. എന്നാൽ ഇന്ന് അവൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട ബീവിക്ക് ചെറുതല്ലാതെ സമാധാനം തോന്നി. സത്യമാണ് ഞാൻ പറഞ്ഞത്, ബീവി കുറച്ചേ സുന്ദരിയായിട്ടുണ്ട്. മുജീബ് വീണ്ടും ഉമ്മമ്മാനെ കളിയാക്കാൻ തുടങ്ങി. സുബൈദ വേഗം അവൻ്റെ കൈ പിടിച്ചു. എൻ്റെ കുട്ടിക്ക് സന്തോഷമല്ലേ? അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. യോഗമായിരിക്കും. എന്നാലും എൻ്റെ മോനെ സന്തോഷത്തിൽ ജീവിക്കണം കേട്ടോ. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ ഉമ്മമ്മ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് പറയണ്ട. എനിക്ക് സന്തോഷമാണ്. എന്നെക്കുറിച്ചോർത്ത് നിങ്ങൾ വിഷമിക്കാതിരുന്നാൽ മതി. ഫൈസ, ഓളും ഇതിൻ്റെ ഇടയിലെത്തി. അവളെ സ്നേഹിക്കണം മോനെ. എല്ലാവരും അവരുടെ പേരമക്കളാണ്. എല്ലാവരുടെയും ഭാവി അവർക്ക് ഭയമുണ്ട്. ഉമ്മമ്മ ഒന്നും ആലോചിക്കണ്ട. ഫൈസയെ ഞാൻ റബ്ബിൻ്റെ മാർഗത്തിൽ ഏറ്റെടുത്തതാണ്. എനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയും. അവൻ ആ ഒരു ഉറപ്പ് തന്നെ അവർക്ക് കൊടുത്തു. ആശുവിനെക്കുറിച്ച് ഓർത്ത് വേദന ഉണ്ടെങ്കിലും മുജീബിനും ഫൈസക്കും നല്ലത് മാത്രം വരുത്തണമെന്നവൻ റബ്ബിനോട് ദുആ ചെയ്തു. ഇതേസമയം ആശു മരുന്ന് വാങ്ങി വരുമ്പോൾ നല്ല മയക്കത്തിലായിരുന്നു ഐഷു. വാതിൽക്കൽ ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. അവനെ കണ്ടൊരു ക്ഷീണിച്ച ചിരിയും ചിരിച്ചു. അവൻ കൊണ്ടുവന്ന മരുന്ന് മേശപ്പുറത്തേക്ക് വെച്ചവൻ അവൾക്കരികിലെത്തി. എങ്ങനെയുണ്ട് ഇപ്പോൾ? ഒപ്പം നെറ്റിയിലേക്ക് കൈകളും വെച്ച് പനിക്കൂട് അളക്കാൻ വന്നു. ആ, പനി വിട്ടല്ലോ. ആ ഒപ്പം തന്നെ പറഞ്ഞു നിർത്തി അവൻ. കിടക്കേണ്ടി വരും ഇവിടെ? ഇല്ലടോ, പനിയും ക്ഷീണമൊന്നും മാറിയിട്ട് ക്ഷീണമൊന്ന് വിട്ടു ഉഷാറായിട്ട് വീട്ടിൽ പൊക്കോളം പറഞ്ഞു. നാളെ ഇന്ന് രാത്രി ഇനി പോയിട്ട് പനി വിടിയാലോ? അക്കുവോ? അവനോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്തിനാ വെറുതെ അവനും കൂടി? താനൊന്ന് എഴുന്നേറ്റിരുന്ന് കഞ്ഞി കൊടുത്തേ. അവൻ ഒരു ബൗളിൽ കഞ്ഞി എടുത്തുകൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ട, വായൊക്കെ വല്ലാത്ത കയ്പ്പ്. അവളുടെ മുഖം കണ്ടവന് ചിരി വന്നു. പനി വന്നാൽ പിന്നെ വായക്ക് രുചിയുണ്ടാവോ? കുറച്ച് കഴിക്ക്. പറഞ്ഞു തീയതിനൊപ്പം അവൻ ഒരു ടീസ്പൂൺ കഞ്ഞി കോരി അവൾക്ക് കൊടുത്തു. പെട്ടെന്നൊന്ന് വല്ലാതെ ആയെങ്കിലും അവൾ വായ തുറന്നത് കഴിക്കാൻ തുടങ്ങി. അവിടെ പിന്നെ വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല. വലിയ അകൽച്ചകൾ മാറിയിരിക്കുന്നുവെങ്കിലും അത്രയും അടുത്തുള്ള ഇടപെടലുകൾ ആദ്യത്തേതാണ്. അതിൻ്റെ ഒരു ചമ്മൽ അവൾക്ക് നല്ലോണമുണ്ട്. എങ്കിലും ഈ വയ്യാത്ത നേരത്ത് ഇങ്ങനെ ഒരു കരുതലൊക്കെ വലിയൊരു ആശ്വാസമാണ് എന്നവൾക്ക് തോന്നി.
ഒന്ന് പനിച്ചാലോ വയറ് വേദനിച്ചാലോ അടുത്തു നിന്ന് മാറാതെ ഇരിക്കുന്ന ഉമ്മൂമ്മയെ അവൾക്ക് ഓർമ്മ വന്നു. ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. അടുത്ത ടീസ്പൂൺ കഞ്ഞിയുമായി ഐഷുവിൻ്റെ നേർക്ക് തിരിഞ്ഞവൻ കാണുന്നത് ആ നിറഞ്ഞ കണ്ണുകൾ തന്നെ. എന്താ, എന്ത് പറ്റി? ഉമ്മൂമ്മ, എനിക്ക് ഉമ്മൂമ്മാനെ ഓർമ്മ വന്നു. പനി വന്ന ഇതുപോലെ ഉമ്മൂമ്മ. അത് പറഞ്ഞു തീർന്നതും കരഞ്ഞു പോയവൾ. അവന് പെട്ടെന്ന് എന്ത് പറയണമെന്നൊരു ബുദ്ധിമുട്ട് തോന്നി. ഐഷു, പ്ലീസ് കരയില്ലേ, നമുക്ക് പോകാം. ഈ വയ്യായ്കൊക്കെ മാറിയിട്ട് ഞാൻ കൊണ്ടുപോവാം ഉമ്മൂമ്മയുടെ അടുത്തേക്ക്. അവൾക്ക് പെട്ടെന്ന് തന്നെ അവൻ്റെ ഭാവം കണ്ട് സങ്കടവും ചിരിയും ഒക്കെ വന്നു. മാനത്തെ അമ്പിളിമാമനെ പിടിച്ചു തരാമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്ന ഉമ്മമാരെ പോലെ തോന്നി അവനെ. അവൾക്ക് അങ്ങനെ തോന്നി. ഇല്ല, മാളിയേക്കിലെ ഇനി എല്ലാം തനിക്ക് അങ്ങനെയാണ്. മാനത്തെ അമ്പിളി പോലെ, ഒരിക്കലും കിട്ടാത്ത മുന്തിരി പോലെ. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി ഇരിക്കുന്ന അവളെ കണ്ട് ആഷിഖിൻ്റെ ഉള്ളിൽ നീറി. എടോ, നമ്മുടെ കുറ്റം കൊണ്ടല്ലല്ലോ. മനസ്സറിഞ്ഞൊരു തെറ്റ് ഞാനോ നീയോ ചെയ്തിട്ടില്ല. പിന്നെന്തിനാ? എന്തെങ്കിലും അവർക്ക് മനസ്സിലാവും. അതുവരെ ഞാൻ ഉണ്ടാവില്ലേ കൂടെ? അതിന് മറുപടി എന്നോണം ഐഷു അവനെ ആയി പിടിച്ച് പൊട്ടി കരഞ്ഞു. പിറ്റേ ദിവസം ഡിസ്ചാർജാണ് സുബൈദ. ബില്ലൊക്കെ സെറ്റിലായി ഫയൽ ക്ലോസ് ചെയ്യാൻ നേരമെടുക്കും. എങ്കിലും ഉമ്മയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് അവരെ വീട്ടിലേക്ക് പെട്ടെന്ന് പറഞ്ഞ് വിടാനും തീരുമാനിച്ചു. ഒപ്പം ഷമീമും മുജിയും ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് എത്താമെന്നും തീരുമാനമായി. വീൽചെയറിൽ കാറിനടുത്തേക്ക് പോകുന്നതിനിടയിൽ സുബൈദ ദൂരെ നിന്നും ഒരു പെൺകുട്ടി നടന്നു പോകുന്നത് കണ്ടു. ഐഷു മോളല്ലേ? എൻ്റെ മോളല്ല പോകുന്നത്. ഐഷു മോളെ. അവരുടെ കരച്ചിൽ കണ്ട് ഒപ്പമുണ്ടായ ഹാജിയും ഷമിയും പകച്ചുപോയി. അവിടെ ഒന്നാകെ നോക്കിയിട്ടും ഐഷുവിൻ്റെ പ്രായത്തിലുള്ള 1-2 കുട്ടികളുണ്ടെന്നല്ലാതെ വേറെ ആരെയും കണ്ടില്ല. ഉമ്മൂമ്മ എന്താ ഇത്? ഓരോന്ന് ആലോചിച്ചിട്ട് വന്നതുപോലെ ഇനിയും ഓരോന്ന് വരുത്തല്ലേ. ഷമി ഉമ്മുമ്മയെ പൊതിഞ്ഞു പിടിച്ചു. വേച്ചുപോയ ഹാജിയുടെ കൈകൾ മുജിയും പിടിച്ചു. അവരുടെ അവസ്ഥ കണ്ടെന്ന് ആദ്യമായി ഹാജിയും അവളെ വെറുത്തുപോയി. അവൾ കാരണം എൻ്റെ സുബൈദ. ഒപ്പം തന്നെ മുജിയുടെ മനസ്സിലും ഷമീമിൻ്റെ മനസ്സിലും അവളോട് വെറുപ്പ് പൊന്തി. അവളൊരുത്തി കാരണല്ലേ പാവ ഉമ്മൂമ്മ. എത്ര സ്നേഹിച്ചതാ. എന്തിനാ ഐഷു, എന്തിനാ നീ ഇങ്ങനെ എല്ലാവരെയും ചതിച്ചത്? ആ ഒരു സമയത്ത് അവിടെ നിൽക്കുന്ന എല്ലാവരുടെ ഉള്ളിലും ഐഷുവിനോട് ദേഷ്യം തോന്നി. അവൾ കാരണമല്ലേ ഉമ്മൂമ്മക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന ചിന്തയായിരുന്നു കൂടുതൽ. മുജീബിനാണെങ്കിൽ ഫൈസ പറഞ്ഞതെല്ലാം ഉള്ളിലിട്ട് നീറി. അവളോടുള്ള ഉണ്ടായിരുന്ന ഇഷ്ടമെല്ലാം ആവിയായി പോയ പോലെയാണ് തോന്നിയത്. ഉമ്മൂമ്മയെ കാറിൽ കയറ്റിവിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓടിനടക്കലിലായിരുന്നു ഷമിയും മുജിയും ഒക്കെ. എല്ലാം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ കണ്ടു ആശയുടെ കൈ പിടിച്ച് നടന്നു വരുന്ന ഐഷുവിനെ. കുറച്ച് ക്ഷീണമുണ്ടെന്നൊഴിച്ചാൽ മറ്റുള്ള മാറ്റങ്ങൾ ഒന്നുമില്ല. നിമിഷങ്ങൾക്കുള്ളിൽ അവളും കണ്ടു ഷമിവിനെയും മുജിയെയും. നെട്ടിലായിരുന്നു അവരില്ലെങ്കിൽ അവൾക്കൊരു സ്തംഭനാവസ്ഥയായിരുന്നു. ഒരിറ്റ നേരത്തെ പകപ്പോ വിട്ടുമാറി അവൾ ഓടി അവർക്കരികിലേക്ക്. അവൾ ഓടിപ്പോകുന്നത് കണ്ട് ആശ സത്യത്തിൽ അങ്ങോട്ട് നോക്കുന്നത് തന്നെ അവനും പേടിയായി. ആ പേടിയിലും അവൻ കണ്ടു വളരെ വെറുപ്പോടെയും ദേഷ്യത്തോടെയും അവളെ നോക്കുന്ന ഷമീമിനെയും മുജിയെയും. ഓടിച്ചെന്ന് ഷമുവിൻ്റെ അടുത്തേക്ക് കരിച്ചിലൂടെ നിന്നവൾ, ഇക്കാക്ക എന്താ ഇവിടെ? ആരെ ഹോസ്പിറ്റലിൽ? കിതപ്പോടും പേടിയോടും കൂടിയാണ് അവൾ ചോദിച്ചത്. അവളുടെ കൈകൾ ഒറ്റയടിക്ക് വിടുവിച്ചൊരു തട്ടായിരുന്നു ഷമി. മാറി നിൽക്കടേ, ആരാണ് നിന്റെ ഇക്കാക്ക? മുന്നിൽ വന്ന് നിൽക്കുന്നവൾ ഒപ്പം പിടിച്ച് മുന്നിലേക്ക് തള്ളി അവളെ. ഒരൊറ്റ കുതിപ്പിനെ വീഴാതെ പിടിച്ചു നിർത്തി ആശി അവളെ. ഹോ, കെട്ടിയോളം നാടകത്തിന് പറഞ്ഞു വിട്ടിട്ട് മാറി നിൽക്കായിരുന്നു നായകൻ. ഷമി ചീറ്റി. ദേ, തോന്നിയത് വിളിച്ചു പറഞ്ഞുണ്ടല്ലോ. ആഷിക്കും ദേഷ്യം വന്നു. നീ എന്ത് ചെയ്യോടോ പുല്ലേ? അവൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു ഷമി. ഡാ ഷമി, അവനെ വിട്. മുജിയും പകുപ്പ് മാറിയവനെ തണുപ്പിക്കാനൊരു ശ്രമം നടത്തി. മതിയടാ, ആളുകൾ നോക്കുന്നു. ഇക്കാക്ക, ഞാൻ പറയുന്നത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇക്ക. ഇപ്രാവശ്യം ഐഷു അവനെ കെട്ടിപ്പിടിച്ചു. അറപ്പോടെ അവളെ തള്ളിമാറ്റി മുഖമടച്ചൊരു അടിയായിരുന്നു ഷമീമിൻ്റെ അടുത്ത നീക്കം. പക്ഷെ വായുവിൽ ഉയർന്നു പൊങ്ങിയ അവൻ്റെ കൈകൾ പിടിച്ചു നിർത്തി ആഷി. കാര്യമൊക്കെ ശരി, അവളുടെ മേത്ത് കൈവച്ച വിവരമറിയുന്നേ. ആഷിയുടെ ആ നീക്കം വീണ്ടും ഷമീമിൻ്റെ ദേഷ്യം കൂട്ടുകയാണ് ചെയ്തത്. അവൻ്റെ നേർക്ക് ചാടി ഷമീമിനെ മുജീബ് പിടിച്ചു നിർത്തി. ഡാ, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമുക്ക് പോകാം. അവനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ദേഷ്യത്തോടെ മുജീബ് ഒന്ന് നോക്കി ഐഷുവിനെ. അവൻ സ്വന്തം പെങ്ങന്മാരെക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിച്ചതല്ലടി. അവൻ മാത്രമല്ല എല്ലാവരും. എന്നിട്ട് നീ ഇങ്ങനെ ചെയ്തല്ലോ.
മതിയായില്ലേ, എനിക്കിനിയും ഒരു സീനുണ്ടാക്കാതെ പോവാൻ നോക്ക്, മുജീബ് പറഞ്ഞു. ഒരു പൊട്ടിക്കരച്ചിലോട് കൂടി ഐഷു കാലിലേക്ക് വീണു മുജിയുടേത്. അവൻ്റെ കാലും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സത്യമായിട്ടും മുജിക്ക, എന്നെ വിശ്വസിക്ക്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പ്ലീസ് ഒന്ന് വിശ്വസിക്ക്. ആഷിഖിൻ്റെ നെഞ്ചു പൊട്ടിപ്പോയി. ഐഷു, എന്താണ് താൻ ഈ കാട്ടണേ? ഉള്ളു പറിച്ച് കാണിച്ചിട്ടും അവർക്ക് തന്നെ വേണ്ടെങ്കിൽ എന്തിനാടാ? മുജി അങ്ങ് പോയതും നിലത്ത് കിടന്ന് കരയുന്നവളെ കെട്ടിപ്പിടിച്ചു പോയി ആഷി. അവളും അതുകൊണ്ട് തന്നെയാണ് അക്കു എത്തുന്നതും. എന്താടാ പറയാ? നീ വണ്ടി എടുക്ക്. ഒരു വിധത്തിൽ അവളെ വണ്ടിയിൽ പിടിച്ചു കിടത്തി അവൻ തിരികെ എത്തി അക്കുവിനോട് വിവരമെല്ലാം പറയുമ്പോൾ അവനും ദേഷ്യം വന്നു. എന്ത് പണിയാണ് അവർ ചെയ്തത്? അല്ലെങ്കിലേ വയ്യ അതിന്. നീ ഒന്ന് ചെന്ന് നോക്ക്, ചെല്ലേ. അക്കു ആഷിയെ അവളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അവൻ തിരികെ ചെല്ലുമ്പോൾ ചുരുണ്ടുകൂടി കിടപ്പുണ്ടവൾ. ഐഷു, എന്താടാ ഇത്? എന്നാലും എന്നെ ഇത്രമാത്രം വെറുക്കാൻ മാത്രം. ഒപ്പം കരിച്ചിലിൻ്റെ സൗണ്ടും പുറത്തേക്ക് വന്നു. അവരെ എങ്ങനെ കുറ്റം പറയാനൊക്കും? അങ്ങനെ ഒരു സാഹചര്യത്തിലല്ലേ അവർ നമ്മളെ കണ്ടത്. എന്നാലും എന്നെ ഇത്ര വെറുത്തില്ലേ മുജിക്ക പോലും. അവന് വല്ലാതെ വേദന തോന്നി. ഞാൻ പോയി കണ്ടു ഒന്നുകൂടി സംസാരിച്ചാലോ? അന്ന് നടന്നതൊക്കെ പറഞ്ഞാലോ? ഞാൻ എന്നെ നസീറത്ത് പറഞ്ഞിട്ട് AC-യുടെ സ്വിച്ച് റെഡിയാക്കാൻ കയറിയതാ. അതേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് പറഞ്ഞാലോ? നസിക്കുഞ്ഞാമ്മ പറഞ്ഞിട്ടാണോ അന്ന് നിങ്ങൾ റൂമിൽ വന്നത്? അവൾക്ക് ആ വെളിപ്പെടുത്തൽ അവൾക്ക് പകപ്പായി. അതെ, നസിത്താക്ക് തന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ? അവൻ്റെ ചോദ്യം കേട്ട് അവൾ ഒന്ന് പകച്ചു. കുഞ്ഞാക്കി, എന്നെ ദേഷ്യമുണ്ടെന്നല്ലാതെ വെറുപ്പൊന്നുമില്ല. ദേഷ്യമുണ്ടോ തന്നോട്? ഒരു ചെറിയ ഇഷ്ടക്കുറവുള്ള പോലെ തോന്നാറുണ്ട്. അല്ലാതെയൊന്നും അവൾ മുഴുവനാക്കിയില്ല. പണി കിട്ടിയത് ആ വഴിക്ക് തന്നെയാണെന്ന് അവൻ ഊഹിച്ചു. ആര് ചെയ്താലും പഠിച്ചവനറിയാലോ ഐഷു. കണക്ക് നമ്മൾ കാലത്തിന് വിട്ടുകൊടുക്കാം. ഇപ്പോൾ താൻ സമാധാനിക്ക്. ഞാൻ അവരോട് പോയിരുന്നെന്ന് സംസാരിക്കട്ടെ. വേണ്ട, സംസാരിക്കണ്ട. വേണ്ട, ഇനിയും നാണം കെടണ്ട. അതും എനിക്ക് വേണ്ടി. തനിക്ക് വേണ്ടി എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാടോ ഞാൻ. പക്ഷേ അത് വിശ്വസിക്കാൻ കൂട്ടാക്കും അവർ. വേണ്ട, ഇത്രയുമൊക്കെ പറഞ്ഞിട്ട് വിശ്വസിച്ചില്ലല്ലോ. ഇനി നിങ്ങൾ പറഞ്ഞ പോലെ പഠിച്ചം തെളിയിക്കട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കോ? മടിച്ചാണ് അവളത് ചോദിച്ചത്. എന്തടോ? നമുക്ക് എവിടേക്കെങ്കിലും പോകാം. ഇവിടുന്ന് ഈ നാട്ടിൽ നമ്മളെ കാണുന്നത് വേറൊരു രീതിയിലാണ്. എന്തോ തെറ്റ് ചെയ്തതുപോലെയാണ് ഓരോരുത്തരും നോട്ടം. ഐഷു പറഞ്ഞു. കുറച്ച് നാളായി അത് അവനും തോന്നാറുണ്ട്. മാളിയേക്കിലെ പെണ്ണിനെ അടിച്ചു കൊണ്ടുപോയ ആളാണെന്ന രീതിയിലാണ് പലരുടെയും പെരുമാറ്റം. ചിലർ കുത്തുവാക്കുകൾ പറയാറും വേദനിപ്പിക്കാറും വരെയുണ്ട്. അപ്പോഴൊക്കെ അവനക്ക് തോന്നാറുണ്ട് ഈ നാട്ടിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറിയാലോ എന്ന്. സത്യത്തിൽ ഐഷുവിൻ്റെ വായിൽ നിന്ന് അത് കേട്ടപ്പോൾ അവനിക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ് ചെയ്തത്. അവളത് എങ്ങനെ എടുക്കുമെന്ന് അറിയാത്തത് കൊണ്ട് മാത്രമാണ് ആഷിക്ക് അത് പറയാതിരുന്നത്. ഇപ്പോൾ അക്കു കൊണ്ട് നടക്കുന്ന വണ്ടി കുറച്ചുനാൾ മുമ്പ് സുരിക്കുട്ടി വെച്ച് ആഷി വാങ്ങിയതാണ്. അതും 2 വീലറും വിറ്റു. എങ്ങോട്ടെങ്കിലും തൽക്കാലം ഒന്ന് മാറണം. ഏതെങ്കിലും ജോലിക്ക് കയറണം. വീട് തൽക്കാലം അങ്ങനെ കിടക്കട്ടെ. അത്യാവശ്യം വന്നാൽ അതും വിറ്റ് എങ്ങോട്ടെങ്കിലും മാറുമ്പോൾ അവിടെ ഒന്ന് കാലുറപ്പിച്ച് വന്നാൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം. അങ്ങനെയൊക്കെ കുറച്ച് നാളുകളെ അവൻ ചിന്തിക്കുന്നു. എന്നാൽ പ്രതീക്ഷിച്ചിരിക്കാതെയാണ് സംഭവിച്ചതാണ് ജീവിതത്തിലുണ്ടായ ഈ മാറ്റങ്ങളെല്ലാം. അതുകൂടി വന്നപ്പോൾ അവൻ ആകെ പകച്ചു എന്നതാണ് സത്യം. എന്നാൽ ഇപ്പോൾ മാളിയേക്കിലെ പെണ്ണിനെ അവർ ഉദ്ദേശിച്ചതിനേക്കാൾ മുകളിൽ തന്നെ ജീവിപ്പിക്കണമെന്ന് ഒരു തരം വാശിയാണ് അവന്. അവൾക്ക് തന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ ജീവിക്കാൻ പാകമായ രീതിയിൽ അവളെ ഒരു കര പറ്റുക തന്നെ വേണമെന്നും അവൻ മനസ്സിലുറപ്പിച്ചു. എല്ലാം കഴിഞ്ഞവൾ തീരുമാനിക്കട്ടെ, അവൾക്ക് തന്നെ വേണോ വേണ്ടയോ എന്നുള്ളത്. അതുവരെ ഒരു നല്ല ഫ്രണ്ടായി അവളുടെ കൂടെ നിൽക്കുക. അവളോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ പോലും അതായിരുന്നു അവൻ്റെ മനസ്സിലപ്പോൾ. ഐഷു ഇവിടെ നിന്നും മാറണമെന്നുള്ള കാര്യം പറഞ്ഞതും അവനത് അക്കുവുമായി സംസാരിക്കുക കൂടെ ചെയ്തു. എന്താടാ, ഇവിടെ നിന്ന് പോവുകയാണോ? എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി ഒന്നൊരു ജോലി ശരിയാക്കണം അക്കു. പിന്നെ ഒരു ചെറിയ വാടക വീട് എടുത്ത് കുറച്ചുകൂടി സൗകര്യമില്ല എവിടെയെങ്കിലും ഐഷുവുമായി മാറണം. ഇവിടുത്തെ ഈ സൗകര്യമില്ലായ്മയിൽ അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നല്ലോണം വളർന്ന കുട്ടിയല്ലേടാ. അത് മാത്രമല്ല, അവളെ പഠിത്തം തുടർന്നാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അടുത്തൊന്നും അവൾക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റില്ല. അതുവരെ എനിക്ക് അവൾക്ക് കുറച്ച് സമയം കൊടുക്കണം. പഠിപ്പിൻ്റെ കാര്യം അവളോട് ആലോചിച്ച് പിന്നീട് തീരുമാനിക്കാം. എൻ്റെ ഒപ്പം നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വല്ല ഹോസ്റ്റലിലും ചേർത്ത് എങ്കിലും പഠിപ്പിക്കണം.
നീ എന്തൊക്കെയാ ആശി പറയണത്? അവൾക്ക് നിന്നെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് കരുതി അതൊക്കെ സമയമെടുത്ത് അങ്ങ് അംഗീകരിച്ചോളും. അതുവരെ നിങ്ങളൊപ്പം നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ വല്ലാണ്ട് അകന്നു പോകും രണ്ടാളും. ഇല്ലടാ, ഞാൻ വിചാരിച്ച പോലെയൊന്നും അവൾക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റില്ല. അവളുടെ ഉള്ളിൽ ഇപ്പോഴും മുജീബുണ്ട്. മറ്റുള്ളവരെല്ലാം തെറ്റിദ്ധരിച്ചതിനേക്കാളും അവൾക്ക് സങ്കടം മുജീബ് തെറ്റിദ്ധരിച്ചതിലാണ്. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ പേര് പറഞ്ഞ് സങ്കടപ്പെടുന്നതും ഞാൻ കാണാറുണ്ട്. ആ സ്ഥാനത്തേക്ക് പെട്ടെന്നൊന്നും എന്നെ എടുത്തു വെക്കാൻ അവൾക്ക് പറ്റില്ലടോ. ചിലപ്പോൾ ഒട്ടും പറ്റില്ല എന്നും വരും. അന്നേരം ഞാൻ വല്ലാണ്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം തന്നെ എന്നെ മനസാക്ഷിയെ മനസ്സിലാക്കി കുറച്ച് അകന്നു മാറി നീങ്ങുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒലക്കെയാണ് എടാ ചെക്ക, നീ നിക്കാഹ് ചെയ്ത പെണ്ണാവള്. മനസ്സിൽ ആരെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ പെൺകുട്ടികളുടെ മനസ്സ് നിക്കാഹ് ചെയ്ത പുരുഷനെന്ന് പറയുമ്പോൾ അവർക്ക് മറ്റെന്തിനേക്കാളും വലുതായിരിക്കും. അതൊക്കെ പണ്ടെൻ്റെ അക്കു. ഇപ്പം പെൺകുട്ടികൾക്ക് മനസ്സിൽ ആരെങ്കിലും കയറി പറ്റിയാൽ പിന്നെ നിക്കാവുമല്ല കല്യാണവും ഇല്ല. മനസ്സിലുള്ള ആളല്ലാതെ വേറെ ഒരാളെ സ്നേഹിക്കാൻ ഒരു പെണ്ണിനും പറ്റൂലടാ. അത് എന്നെപ്പോലെ ഇടിച്ചു കയറി ഒരു എൻട്രി ഒക്കെ ആകുമ്പോൾ. ഇതിപ്പോൾ എന്താണാവോ, എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് അറിഞ്ഞത് കൊണ്ട് ആണെന്ന് തോന്നുന്നു എന്നെ വെറുക്കാത്തത് പോലും. അല്ല, എന്നിട്ടിപ്പോൾ ആശി എന്താ നിൻ്റെ പ്ലാന്? ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് തൽക്കാലം ഒന്ന് മാറണം. പിന്നെ അവളെ പഠിപ്പിക്കണം. അവൾ ഉദ്ദേശിച്ച നിലയിൽ എത്തുന്നത് വരെ ഒരു ഫ്രണ്ടായി കൂടെ നിൽക്കണം. എന്നിട്ട് അവൾ തീരുമാനിക്കട്ടെ എന്നെ വേണോ വേണ്ടയോ എന്ന്. ഫ്രണ്ട് ആങ്ങളായിരുന്നു നിൽക്കാമെന്ന് പറയാഞ്ഞത് ഭാഗ്യം. നിനക്ക് വട്ടാടാ. പിന്നാലെ നടന്ന് സ്നേഹിച്ച് കുപ്പിയിലാക്കി നേരം കളയാതെ ഒപ്പം ജീവിക്കാൻ നോക്ക് പൊട്ടാ. അക്കു ദേഷ്യം പിടിച്ച് അവിടെ നിന്നും പോകുന്നത് കണ്ടു. സത്യത്തിൽ ചിരിയും സങ്കടവും ഒരുമിച്ച് വന്നും പോയി അവന്. നേരാണോ പെണ്ണെ, ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ നമുക്ക്? അവൻ അവനോട് തന്നെ ഒന്ന് ചോദിച്ചു പോയി. അല്ല എൻ്റെ ഫൈസ, അപ്പോൾ ഇപ്പോഴും ഓനും നീയും തമ്മിലൊരു അടുപ്പമില്ലേ? നസീർ താടിക്ക് കൈ കൊടുത്തിരുന്ന് ചോദിക്കുന്നത് കേട്ട് ഫൈസാക്ക് ദേഷ്യം വന്നു. ഓ, സ്വിച്ചിടുന്നത് പോലെ സ്നേഹവും ഇഷ്ടമൊക്കെ വരുമ്മ. നിങ്ങളെ വാക്ക് കേട്ട് ഓരോന്നിൽ നിന്ന് ഞാൻ ഒരു മണ്ടി. അവൾക്ക് ദേഷ്യം സങ്കടമൊക്കെ വരുന്നുണ്ടായിരുന്നു. സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അതേ, അൻ്റെ മിടുക്ക് പോലെ ഇരിക്കും. പൊന്നു പോലത്തെ ഒരു ചെക്കനെയാ ഇക്കണ്ട കളികളൊക്കെ കളിച്ച് എൻ്റെ ചേൽക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെങ്കിലേ ഓനെ അന്ന് വരുതിയിലാക്കാൻ എനിക്ക് പറ്റൂലെങ്കിൽ അത് പിന്നെ ആരെ കുറ്റാടി? ഉമ്മ പറയുന്നത് പോലെ അല്ല ഉമ്മ. മുജിക്ക കുറച്ച് സമയം കൂടെ വേണമെന്നാണ് പറയുന്നത്. സമയമല്ല മണ്ണാങ്കട്ട. ഓന് പറയുന്ന പോലെ തുള്ളായിയും ഒക്കെ കഴിയുമ്പോൾ മാനത്ത് നോക്കി നിൽക്കാൻ എനിക്ക്. ഇതുപോലൊരു പൊട്ടി നിങ്ങളുടെ ഉപ്പ ഞാൻ പറയുന്നതിനപ്പുറം ഉണ്ടോ? അതാണ് ഈ നസീറാൻ്റെ മിടുക്ക്. ഞാൻ എന്ത് വേണമെന്നായി പറയണത്? ഓൻ എൻ്റെ വരുതിക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ എങ്ങനെ പറഞ്ഞു തരണോ? നിൻ്റെ കിട്ടിയോൻ എനിക്ക് ഓനെ എൻ്റെ ചൊൽപ്പടിക്ക് നിർത്താൻ പറ്റൂലേ? എൻ്റെ ഫൈസ, ഒരു കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ ആണുങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല. ഓൽക്ക് ആ കുട്ടികളെ മാത്രം മതി. അവരെ കാര്യത്തിൽ ഈ ആണുങ്ങൾ എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാവും. ഉമ്മയുടെ വർത്താനം കേട്ട് ഫൈസ ആകെ മിഴിച്ചു പോയി. ഈ ഉമ്മ എന്തൊക്കെയായി പറയുന്നത്? അത് പറഞ്ഞ് ചാടിത്തുള്ളി പോകുന്ന ഉമ്മയെ കണ്ടവൾ പറഞ്ഞു, ഉമ്മ പറഞ്ഞത് നേരെ ഇത്താത്ത. മുജിക്ക പറയണ പോലെ നീ അകന്ന് നിന്ന് തുടങ്ങിയാൽ പിന്നെ ഒരിക്കലും അടുക്കാണ്ട് നിങ്ങൾ രണ്ടാളും അകന്നു പോകുള്ളൂ. ഈ ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യിത്താത്ത. ഫൈഹയും കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ ആകെ തീയിൽ ചവിട്ടിയ പോലെയായി ഫൈസ. കാര്യം ഐഷുവിനെ മുജിക്കയുടെ ആലോചന വന്നപ്പോൾ മുതലുള്ള കുശുമ്പ് കയറി ഈ ജീവിതം ചതിയിലൂടെ സ്വന്തമാക്കിയതാണെങ്കിലും ആകെ തല്ലിപ്പൊളിഞ്ഞ് ആരും അറിയാതെ ഒരേ സമയം കുറേ പേരെ പ്രേമിച്ചും പറ്റിച്ചും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ കൂടി നെഞ്ചിൽ പറ്റിക്കൂടി അങ്ങനെ കിടക്കുന്ന മുജീബ് എന്ന പേര് കുത്തിയ മഹർമാല കാണുമ്പോൾ ലോകത്ത് മറ്റെന്തിനേക്കാളും വലുത് അതാണെന്ന് തോന്നുന്നുണ്ട് അവൾക്ക്. എത്ര അവഗണിച്ചാലും അവനിൽ നിന്നുള്ളൊരു നോട്ടത്തിന് വേണ്ടി അത്രയും മുള്ളം കൊതിക്കുന്നുണ്ട്. ഒപ്പം കയ്യിലുള്ള ഫോണിലെ എല്ലാ കാമുകന്മാരുടെയും നമ്പറും ബ്ലോക്കും ഡിലീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും പക്ഷേ താൻ വേണ്ടെന്ന് വെക്കുമെന്ന് അവൾക്ക് പോലും അത്ഭുതമാണിപ്പോൾ. ഉള്ളം പിടഞ്ഞവൾ ആ മഹർ ലോക്കറ്റിൽ കയ്യിൽ ഒതുക്കി പിടിച്ചു. എൻ്റെ ലോകമാണിഞ്ഞത്, എൻ്റെ ജീവൻ, ആർക്കും കൊടുക്കില്ല ഞാനിത്. ഒപ്പം തന്നെ ഒരിറ്റ കണ്ണുനീർ അവളുടെ കവിളിഞ്ഞ തഴുകി തലയോടി. മുജീബിനോടുള്ള അടങ്ങാത്ത ഹാജത്ത് പോലെ. ഡാ ആഷി, നിനക്ക് തൽക്കാലം എറണാകുളത്തേക്ക് മാറിയാൽ മതിയോ? അക്കുവിൻ്റെ ചോദ്യം കേട്ട് അവനൊന്ന് അന്തിച്ചു. ആ, എവിടേക്കെങ്കിലും മതി. പക്ഷെ അവിടെ പറ്റിയ ജോബും കിട്ടണ്ടേ? ജോബിനും ബിസിനസ്സിനും എല്ലാത്തിനും പറ്റിയ സ്ഥലമല്ലേ മുത്തേ നമ്മ കൊച്ചി. അങ്ങ് കൊച്ചി സ്റ്റൈലിൽ തന്നെ അവൻ അങ്ങ് കാച്ചി. എടാ, എന്നാലും ഒരെന്നാലും ഇല്ല. നീ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഭയങ്കര കരച്ചിലാ.
ഇവിടെ ഒരാൾ, നിൻ്റെ ബിയുമ്മ. എൻ്റെ മോൻ എങ്ങോട്ട് മാറും, ആരെ കൂട്ടിനു എന്നൊക്കെ. അത് കേട്ടതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ ബിയുമ്മ അല്ലേ ഉമ്മ? പിന്നെ ഉമ്മാൻ്റെ ആങ്ങള നമ്മുടെ അബ്ദുമാമ ഉണ്ടല്ലോ കൊച്ചിയിൽ, മൂപ്പര് ഇതുപോലെ ഒരു അസൽ കൊച്ചുകാരി പെണ്ണിനെയും കെട്ടി പോയതാ അങ്ങോട്ട്. മാഷാ അല്ലാ, മാമാക്കിപ്പോൾ എല്ലാം കൊണ്ടും ഫയറാണ്. മാമാനോട് ഉമ്മ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ജോലിക്കാരും മാമ ആലോചിക്കാനും പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഉമ്മാക്ക് സമാധാനമായിട്ടുണ്ട്. പിന്നെ നീ ആരുമില്ലാത്തടത്ത് ചെല്ലുന്നത് എങ്ങനെയാണ് എനിക്ക് സഹിക്കുക? അബ്ദുമാമയുടെ അടുത്താവുമ്പോൾ നിൽക്കും ഉമ്മാക്കും ഒരു സമാധാനമാവും. അക്കുവിനും ആകെ സങ്കടമായി. ഒപ്പം ജനിക്കാതെ പോയ തൻ്റെ കൂടെപ്പിറപ്പ് അവന് അങ്ങനെ തോന്നി. ആ തോന്നലിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.